ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരാൾ ക്ലബ് ഹൗസിൽ ഇങ്ങനെ ചർച്ച ചെയ്തതിനിടയിൽ വന്ന് ചോദിച്ചു, നിങ്ങളെ കൊണ്ട് എന്തു മാറ്റമാണ് ഈ സമൂഹത്തിനുള്ളത് എന്ന് ചോദിച്ചു. നമ്മളെ കൊണ്ട് മാത്രമേ ഒരു മാറ്റം സംജാതമാക്കാൻ പറ്റൂ. നമ്മളെ കൊണ്ടുണ്ടായ മാറ്റമാണ് ഈ കേരളക്കരയിൽ ഇന്ന് അലയടിക്കുന്നത് മുഴുവനും. അതിവർക്ക് ഏത് കാലത്തും മനസ്സിലാകുമെന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും എനിക്ക് ഒരു പോസ്റ്റ് കിട്ടി. ഒരു എക്സ് മുസ്ലിം എഴുതിയ ഒരു പോസ്റ്റാണ്. ഇതിനകത്ത് അറിയാനും മനസ്സിലാക്കാനും ഒരുപാട് വസ്തുതകൾ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ആ പോസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. നിങ്ങളതൊന്ന് അറിയണം, വായിക്കണം. എന്തുമാത്രം മാറ്റമാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത് എന്നറിയണമല്ലോ. ഒരു എക്സ് മുസ്ലിമായ നസീർ NA എഴുതിയ പോസ്റ്റ്. ഈ നസീർ NA സ്വയം മതം വിട്ടതിന് ശേഷം ആരിഫ് ഹുസൈനെയൊക്കെ നിലപാടിന്റെ പേരിൽ വല്ലാതെ വിമർശിച്ചിരുന്നയാളാണ്. എസൻസിന് സംഘി അജണ്ട ഉണ്ടെന്ന് പറഞ്ഞയാളാണ്. ലവ് ജിഹാദ് സംഘികളുടെ നുണപ്രചാരണമാണ് എന്നും പറഞ്ഞയാളാണ്. ലവ് ജിഹാദ് സംഘികളുടെ നുണപ്രചാരണമാണ്. അതിപ്പോഴും എല്ലാവരും പറയുന്നുണ്ട്. അന്നത്തെ നിലപാടിൽ നിന്നും എത്രത്തോളം മാറി എന്ന് പറയാനാവില്ല. എന്നാൽ വിമർശനത്തിന്റെ മൂർച്ച കൂടിയിട്ടുണ്ട്. വായിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് നമുക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടുന്നത്. മുസ്ലിങ്ങളും സംസ്കാരവും. മുസ്ലിങ്ങളെ പോലെ ഇത്രയും സാംസ്കാരികമായി അധപ്പതിച്ച സമൂഹം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ലോകം മുഴുവനും അതിങ്ങനെ തന്നെയാണ്. പേർഷ്യൻ റോമൻ ചരിത്രം എഴുതിയപ്പോൾ ഞാൻ അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. മുസ്ലിം ചരിത്രകാരനായ ഇബ്നു ഖൽദൂൻ തന്നെ എഴുതിയ പോലെ വടിവാളും കവണയും കുന്തവും മാത്രം ആയുധമായിരുന്ന കാലത്ത് സംസ്കാരം കുറഞ്ഞ അന്ധവിശ്വാസികളായ പ്രാകൃത മരുഭൂ കൊള്ളസംഘം സംസ്കാരം കൂടിയ പേർഷ്യൻ റോമൻ ജനതയ്ക്കുമേൽ നടത്തിയ വിജയമാണ് ഇന്നത്തെ ഇറാഖും ഇറാനും ഈജിപ്തും ഒക്കെ ഉൾപ്പെട്ട ഏരിയ മുഴുവനും മുഹമ്മദിന്റെ ഫാസിസ്റ്റ് മതം അടിച്ചേൽപ്പിക്കപ്പെടാൻ കാരണം. അതോടെ അവിടങ്ങളിലെ സംസ്കാരം തകർന്നു. ജനങ്ങൾ സാംസ്കാരികമായി അധപ്പതിച്ചു. അച്ചടക്കമില്ലാത്ത ജനതകൾ രൂപപ്പെട്ടു. അറബ് ജനതയെ നിരീക്ഷിച്ചാൽ അറിയാം എത്രത്തോളം അച്ചടക്കമോ സംസ്കാരമോ ഇല്ലാത്ത ജനതയാണതെന്ന്. തികച്ചും വിവരമോ സംസ്കാരമോ ഇല്ലാത്ത ഒരു അറബിയിൽ നിന്നുള്ള മതമായതുകൊണ്ട് അതിന്റെ അനുയായികൾ ഭൂരിപക്ഷവും സാംസ്കാരികമായി പിന്നോട്ടായി. മതഭ്രാന്ത ഓരോ അറബിയിലും പൊതുവെ ഉണ്ടാകും. എന്നാൽ ധാർമ്മികത എന്നത് മരുന്നിന് പോലും ഉണ്ടാകില്ല. കേരളത്തിലാണ് RSSന് കൂടുതൽ ശാഖകൾ ഉള്ളത് എന്ന് പറയാറുണ്ട്. അതിന്റെ 99% കാരണവും ഗൾഫ് പ്രവാസമാണ്. ഞാൻ കഴിഞ്ഞ പോസ്റ്റിൽ എഴുതിയ പോലെ സൗദിയിലെ മുത്തവ പോലീസ് കാഫിറുകളുടെ ID കാണുമ്പോൾ പുറത്തേക്ക് തുപ്പിയിട്ടു കൊടുക്കുക, വെറുപ്പ് കാണിക്കുക, നിസ്കാര സമയത്ത് പുറത്ത് കണ്ടാൽ കാഫിറുകളാണെങ്കിൽ പോലും ചൂരൽ കൊണ്ട് അടിക്കുക ഒക്കെ നടത്തി പരമാവധി അമുസ്ലിം മനുഷ്യരുടെ അഭിമാനം തകർത്തിട്ടുണ്ട്. ഇനി മുത്തവ പോലീസ് അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അറബികളിൽ ധാരാളം പേർ നീ മുസ്ലിം ആണോ എന്ന് ചോദിക്കുകയും മുസ്ലിം അല്ലെങ്കിൽ മുഖത്ത് വെറുപ്പ് വരികയും മുസ്ലിം ആണെങ്കിൽ അൽഹംദുലില്ലാ അള്ളാഹുവിന് സ്തുതി എന്ന് പറയുകയും ചെയ്യുന്ന പ്രവണത വളരെ വ്യാപകമാണ്. ഒന്നോ അതിൽ കൂടുതൽ തവണയോ ഇതുപോലെ എന്തെങ്കിലും നേരിടാത്ത അമുസ്ലിം ഗൾഫ് ജോലിക്കാരൻ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. ഇതൊക്കെ അമുസ്ലിം തൊഴിലാളികളുടെ മനസ്സിൽ അപമാനബോധവും അപകർഷതയും ഉണ്ടാക്കും എന്ന കാര്യം വ്യക്തമാണല്ലോ. മനുഷ്യൻ അവന്റെ അവസ്ഥ മെച്ചപ്പെടുത്താൻ പല സ്ഥലങ്ങളിലേക്കും കുടിയേറും. എന്നാൽ മുസ്ലിങ്ങൾ മതം വെച്ച് അവരെ ജഡ്ജ് ചെയ്യും, വെറുക്കും. ഇവിടുന്ന് പോയ മൂന്നാം ലോക രാജ്യ മുസ്ലിങ്ങൾ ഇവിടെ എത്തുമ്പോൾ അർദ്ധ അറബിയായി സ്വയം പ്രൊമോട്ട് ചെയ്ത് അവന്റെ രാജ്യം പോലെ അഹങ്കാരത്തോടെ പെരുമാറാൻ തുടങ്ങുക കൂടി ചെയ്യുന്നതോടെ ഇതൊരു കടുത്ത വെറുപ്പായി മറ്റുള്ളവരുടെ മനസ്സിൽ വേരുപിടിക്കും. അങ്ങനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെയായി അവിടെ എത്തുന്ന കാഫിറുകൾ പലരും ഹിന്ദുത്വ എന്ന മാനസികാവസ്ഥയിലേക്കും മെല്ലെ മാറാൻ തുടങ്ങും. ഇതൊരു പരാതിയായി ഏതെങ്കിലും മുസ്ലിമിനോട് പറഞ്ഞാൽ ശരാശരി മുസ്ലിം ചോദിക്കുക, ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്തിനിവിടെ മുസ്ലിമിന്റെ നാട്ടിൽ നിന്ന് ഞണ്ണുന്നു എന്ന കൂടുതൽ വെറുപ്പിന്റെ ചോദ്യവും ചോദിക്കും. കാരണം വർഗീയ തീവ്രവാദം മുഹമ്മദിന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയമാണല്ലോ. ഒരിക്കൽ ഖത്തർ ചൈനീസ് എംബസിയുടെ നേരെ ഓപ്പോസിറ്റുള്ള മതിൽക്കെട്ടിന് പുറത്ത് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന എന്നെ ആ വീട്ടിലെ അറബി വന്ന് അപമാനിച്ചു വിട്ടു. കാരണം 21ാം നൂറ്റാണ്ടായിട്ടും ഗോത്രീയ സംസ്കാരം വിടാത്ത വൃത്തികെട്ടവരാക്കി അവരെ നിർത്തുന്നത് മുഹമ്മദിന്റെ സംസ്കാരമാണ്.
മറ്റൊരിക്കൽ ഒരുത്തന്റെ സ്പോൺസറെ കാണാൻ പോയി നിൽക്കുമ്പോൾ ഇതുപോലെ വീടിന്റെ പരിസരത്ത് നിന്നൊക്കെ ആട്ടിവിട്ടു. ശേഷം ഒരു പള്ളി കോമ്പൗണ്ടിന്റെ അടുത്തായി ഞങ്ങൾ നിന്നു. ഹിന്ദുവായ ഒരാൾ അതേ പള്ളിയുടെ വഴിയുടെ അരികിൽ ഇതുപോലെ നിൽപ്പുണ്ടായിരുന്നു. ആ സമയം ഒരു ലാൻഡ് ക്രൂയിസറിൽ ഒരു ചിമ്പാൻസി കട്ടുമുത്തവ്വ അവിടെ വന്നിറങ്ങി. അയാൾ എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ഹിന്ദുവിനോട് ഷൗട്ട് ചെയ്ത് ചോദിച്ചു. അയാൾ എന്തോ വിവരം പറഞ്ഞു. അടുത്ത ചോദ്യം, നീ മുസ്ലിമാണോ? അല്ല എന്ന് പറഞ്ഞതും ഒറ്റ അടിയായിരുന്നു. അയാൾ അവിടെ നിന്ന് ഓടി. ഞങ്ങൾ മറുഭാഗത്തായതുകൊണ്ട് ചീത്തവിളിയിൽ ഒതുക്കി ആട്ടി. ഞങ്ങളും പെട്ടെന്ന് വണ്ടിയിൽ കയറി സ്ഥലം വിട്ടു. ഞാൻ അതോടെ എൻ്റെ കൂടെ വന്നിരുന്ന തൊപ്പിയും വെച്ചിരിക്കുന്ന മലപ്പുറം കോയമാരെ അവരുടെ ആവശ്യത്തിന് പോയതായിരുന്നു എന്ന് ബ്രാക്കറ്റിൽ ചുവരിൽ കയറ്റാൻ തുടങ്ങി. അവരാദ്യം ഇസ്ലാം എന്ത് പിഴച്ചു എന്ന സ്ഥിരം കോയാവാദം ഇറക്കാനും തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇസ്ലാമാണ് ഇവരെ ഈ നൂറ്റാണ്ടിലും ഇങ്ങനെ വർഗീയവാദികളാക്കി നിർത്തിയിരിക്കുന്നത്. മുഹമ്മദിന്റെ തീവ്രവാദി ഫാസിസ്റ്റ് മതം ഒരു ജനതയെ ആക്കി തീർത്ത കോലമാണിത്. ഞാൻ ഈ എഴുതിയതിലും കൂടിയതും പറഞ്ഞതും അനുഭവിച്ച ധാരാളം പേർ ഇത് വായിക്കുന്നവരിലുണ്ടാകും. ഇനി ഗൾഫിൽ ധാരാളം കമ്പനി ജോലിക്കാരുടെ ഗ്രൂപ്പുകളുണ്ട്. പരസ്പരം ജോലിയുമായി ബന്ധപ്പെട്ടും മറ്റും പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളാണ്. അതിനെ മുസ്ലിങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ മതഗ്രൂപ്പാക്കി മാറ്റും. എന്തുകൊണ്ട് മുഹമ്മദ് അലി മതം മാറി, ജോർജ് ബെർണാഡ് ഷാ എന്തുകൊണ്ട് മുഹമ്മദിന്റെ അണ്ടിയെ പുകഴ്ത്തി തുടങ്ങിയ ന്യൂസും വീഡിയോയും ലിങ്കും ഒട്ടിക്കാൻ തുടങ്ങും. മോഡിയെയും സംഘപരിവാറിനെയും കളിയാക്കാനും വീഡിയോകളും ലിങ്കുകളും വരും. അമുസ്ലിങ്ങൾ ഒന്നും മിണ്ടാനാകാതെ അനങ്ങാതെ ഇരിക്കും. കാരണം തിരിച്ച് ഇസ്ലാമിനിട്ട് മറുപടി കൊടുത്താൽ മുഹമ്മദിന്റെ വാൾത്തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വിവരം സകല കാഫിറുകൾക്കും അറിയാം. 100ൽ 99 ഗ്രൂപ്പിന്റെയും അവസ്ഥ ഇതാണ്. അതുകൊണ്ട് RSS ശാഖകൾ കൂടി എന്ന് വ്യക്തമാണല്ലോ. ഈ സ്വഭാവം മുസ്ലിങ്ങൾ വരുന്ന സോഷ്യൽ മീഡിയ രംഗത്ത് മൊത്തം കാണാം. മുമ്പ് ഓർക്കുട്ട് മാത്രമുള്ള കാലത്ത് ഈ ബിളക്സ് മെസ്സഞ്ചർ എന്നൊരു കമ്പ്യൂട്ടർ ആപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ യുക്തിവാദത്തിൽ എത്തിയിട്ടില്ല. ഒരു പഴയ ലാപ്ടോപ്പുമായി ഞാനും അതിൽ കയറി. അതിൽ ചേകനൂരിന്റെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ഗ്രൂപ്പിൽ കയറി പ്രസംഗങ്ങൾ കേൾക്കുക, ചർച്ച നടത്തുക, അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഏതെങ്കിലും രീതിയിൽ രക്ഷിക്കുക എന്നതൊക്കെയായിരുന്നു ഉദ്ദേശം. അന്ന് യുക്തിവാദി എക്സ് മുസ്ലിം ഗ്രൂപ്പുകളില്ലായിരുന്നു. മുസ്ലിങ്ങളുടെ മൂഞ്ചിയ ചക്കാത്തിൽ വ്യക്തിപരമായി ദുരനുഭവം ഒക്കെ കിട്ടി കിളിപോയിരിക്കുന്ന സമയം ആയിരുന്നു. ആ ഗ്രൂപ്പ് ഒരു ദിവസം അപ്രത്യക്ഷമായി. മുസ്ലിം തീവ്രവാദികൾ പിടിച്ചു കൊലവിളി നടത്തി. ശേഷം അവർക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടി വന്നു. ശ്രദ്ധിക്കുക, ധാരാളം രാഷ്ട്രീയ മത ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടും മുസ്ലിങ്ങളാണ് അവിടെ തീവ്രവാദം തെളിയിച്ചത്. അതോടെയാണ് ഞാൻ ഹദീസ് മാത്രമല്ല ഖുർആനും കൂതറയാണ് എന്ന് തിരിച്ചറിഞ്ഞതും അത് വലിച്ചെറിഞ്ഞതും. അക്കാലത്തും ലാപ്ടോപ്പും ഈ ബൈലുക്സ് കേട്ടോ, എനിക്കതിനെ കുറിച്ചിട്ട് അറിയത്തില്ല. ഞാനതുകൊണ്ട് ബിലക്സ് എന്ന് വായിച്ചത്. ബൈലുക്സും ഒക്കെ ഉണ്ടായിരുന്നവർക്കേ അത് അറിയൂ എന്ന് വെക്കാം. ഞാനതിനെ കുറിച്ച് കേട്ടിട്ടില്ല കേട്ടോ. അടുത്ത കാര്യം, നിസാർ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്ലബ് ഹൗസ് മൊബൈൽ ആപ്പ്. 4-5 വർഷം മുമ്പ് മാത്രം പഴക്കമുള്ള ഒന്നാണല്ലോ. അങ്ങനെ സോഷ്യൽ മീഡിയ പോരാളികൾ മിക്കവരും ക്ലബ് ഹൗസിൽ കൂടി കയറി അവിടെ മുസ്ലിം ഗ്രൂപ്പുകൾ, ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ, കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ, ഹിന്ദു ഗ്രൂപ്പുകൾ എല്ലാവരും റൂമുകൾ തുടങ്ങി. പതിവ് പോലെ മുകളിൽ പറഞ്ഞ ആരും ആരുടെ ഗ്രൂപ്പും പിടിച്ചില്ല. എന്നാൽ ഒരു കൂട്ടർ അവിടെയും തീവ്രവാദം എടുത്തു. ആരാണെന്ന് പ്രത്യേകം പറയണം. തീവ്രവാദി മതക്കാർ തന്നെ. കോലായി എന്ന ഗ്രൂപ്പ് പിടിക്കുക മാത്രമല്ല, സൗമ്യമായി മതവിമർശനം നടത്തുന്ന ബഹ്റൈനിലുള്ള മലയാളിയെ ഫോണിൽ മതവിചാരണ നടത്തി. അയാളുടെ ഭാര്യയെ നാട്ടിലേക്ക് വിളിച്ച് ഭർത്താവിന്റെ കുറ്റത്തിന് വിചാരണ നടത്തി ഫോൺ വഴി കാലു പിടിപ്പിച്ചു. ഗ്രൂപ്പിൽ കരച്ചിൽ പ്ലേ ചെയ്തു. ഇതൊന്നും ചെയ്തത് ഇവിടത്തെ ഭൂരിപക്ഷ മതക്കാരല്ല. ആകെ ഒരേ ഒരു മതക്കാരെ ഇത് ചെയ്തുള്ളൂ എന്ന് ഓർക്കണം. അവർ ന്യൂനപക്ഷ ജിഹാദിസമായിരുന്നു. ഇപ്പോ അവർ പാകിസ്ഥാനിലെ പോലെ ഭൂരിപക്ഷമായിരുന്നു എങ്കിൽ ചോദ്യചിഹ്നമാണ്. ഇക്കാര്യം ഞാൻ അക്കാലത്ത് തന്നെ മിണ്ടിയാൽ മുസ്ലിം ഇരവാദം പറഞ്ഞ് കറങ്ങുന്ന നിസാറിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ നിസാർ ധിം തരികിട തോം 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 അങ്കനമാർ മൗലേ മണി തിങ്കളാഴ്ച ചാരു ശീലേ മാണിക്യവാസന മൊഴികൾ നൽകി ദേവി ഇളങ്കോ വടികൾ കുഴമ്പു നൽകി എന്നൊക്കെ എങ്ങും തൊടാതെ എന്തൊക്കെയോ വ്യാഖ്യാനിച്ചു പറഞ്ഞു. തീവ്ര മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തി മുങ്ങുകയായിരുന്നു. വേറെന്ത് പറയാൻ. ഇതൊക്കെ ഇസ്ലാം മതം, എന്നിട്ട് പേരോ സമാധാനം. എന്നും സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് തോന്നുന്നിടത്തെല്ലാം പോയി മുഹമ്മദിന്റെ സംസ്കാരമായ തെറി വിളിക്കുക. അതും പോരാഞ്ഞ് വരിവരിയായി മെസ്സഞ്ചറിൽ വന്ന് മുഹമ്മദ് സംസ്കാരമായ തെറി വിളിക്കുക. ഇതൊക്കെ മുസ്ലിം സംസ്കാരത്തിന്റെ ഭാഗമാണ്. മറ്റൊരു മതക്കാരൻ ഇങ്ങനെ ചെയ്യുന്നത് അപൂർവമാണ്.
എന്നാൽ മമ്മദിന്റെ മതത്തിലെ തെറി സംസ്കാരം കോമൺ ആണ്. ഇടയ്ക്ക് ഞാൻ തിരിച്ചുള്ള തെറിവിളി നിർത്തിയതായിരുന്നു. ഇപ്പോൾ തെറിവിളിക്കുന്ന ജിഹാദികളുടെ ഉമ്മയെയും പെങ്ങളെയും മമ്മുവിനെയും തുണിയില്ലാതെ എയറിലിട്ട് ഊക്കാൻ ഞാൻ പുനരാരംഭിച്ചു. പേപ്പട്ടി മതത്തോട് അതല്ലാതെ നടപ്പില്ല എന്നതാണ് സത്യം. PM വന്ന് തെറിവിളിച്ച മുക്കാമുറിയൻ ജിഹാദികളുടെ ഉമ്മാനെയും പെങ്ങളെയും തുണിയില്ലാതെ എയറിൽ ഭരണിപ്പാട്ട് പാടി കുറെ നേരം നൃത്തം ചെയ്യിപ്പിച്ചപ്പോഴാണ് അവർ ഇട്ടിട്ട് പോയത്. ഇങ്ങോട്ട് വന്ന് തെറി വിളിച്ച ശേഷം അങ്ങോട്ട് നന്നായി കിട്ടിയപ്പോഴും ഇരവാദം എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അത് കാണാൻ സ്ക്രീൻഷോട്ട് നോക്കുക. ഇപ്പോൾ ഒരുത്തനുമായി സ്ഥിരം തെറിവിളി നടന്നു വരികയാണ്. അവൻ ഇങ്ങോട്ട് വന്ന് സ്വാഭാവികമായി മുഹമ്മദിന്റെ സംസ്കാരമായ തെറിയിലാണ് ആദ്യ കമന്റ് ഇട്ടത്. അന്നു മുതൽ അവന്റെ ഉമ്മയെയും പെങ്ങളെയും ഞാൻ തുണി ഉടുപ്പിച്ചിട്ടില്ല. ഇനി അവർക്ക് തുണി ഉടുക്കാൻ തെറി തുടങ്ങിയ അവൻ തന്നെ തീരുമാനിക്കണം. ഞാൻ തളരും എന്ന് കരുതി ജിഹാദി കാത്തിരിക്കുകയാണ്. അതിനായി ഇടയ്ക്കിടെ ഭീഷണി വരെ ഇറക്കി നോക്കുന്നുണ്ട്. അതായത് അവൻ വന്ന് മുഹമ്മദിന്റെ തെറി തുടങ്ങി നമ്മളത് സഹിച്ചു മിണ്ടാതിരിക്കണം എന്നാണ് ജിഹാദി വ്യാമോഹം. എൻ്റെ മുന്നിൽ ഓടിയത് തന്നെ ഇതാണ് ഇസ്ലാം. ഇത് മാത്രമാണ് ഇസ്ലാം. ഇസ്ലാം ഇതിൽ അപ്പുറം ഒന്നുമല്ല. ഒരു എക്സ് മുസ്ലിം ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് നമ്മളും അതേ രൂപത്തിലുള്ള സമീപനം എടുക്കുന്നതെന്ന്? ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇസ്ലാമിനെ ഇത്ര രൂക്ഷമായി വിമർശിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വന്ന തെറിയുടെ ഒരു അംശം പോലും ഒരു പക്ഷേ മറ്റാരും സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എക്സ്പെഷ്യലി ഒരു പെണ്ണായതിന്റെ പേരിലും ഖുർആനും ഹദീസും പറഞ്ഞു തന്നെ ഇവന്മാരെ വലിച്ചു കീറി ഒട്ടിക്കുന്നതിന്റെ പേരിലും ഞാൻ കേൾക്കേണ്ടി വരുന്ന തെറികളും കൊലവിളികളും ഭീഷണികളും ഒരംശം പോലും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, ഇത് യൂട്യൂബാണ്, ഇത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ വീഡിയോ റിമൂവ് ചെയ്യും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഞാനൊരു ചെറിയ ഭാഗം കേൾക്കാൻ പറ്റുന്നത്, ബാക്കിയുള്ളതൊക്കെ സെൻസർ ചെയ്തിട്ടൊന്ന് കേൾപ്പിക്കാം. നിങ്ങളൊന്ന് കേട്ടു നോക്കാം. ഏത് പൂർവ്വ വരെ പോയിച്ചിട്ട് കാത്തു തിരിക്കരുത്. പച്ച പോലെ അടിച്ച് ഇജൊന്നും ഒരു കുണ്ണ കയറി ഉണ്ടായതല്ല. ഇജ് 4, 5, 6 കുണ്ണ കയറിയിട്ട് ഏതോ തന്തക്ക് ഉണ്ടായതെന്നൊക്കെ തോന്നുന്നത്. എടി പൊലാടിച്ച് ഇജ് മതം വിട്ടിക്കണമെങ്കിൽ ആ മതമായിട്ട് ഇജ് നടന്നോ? ഇജ് എന്തിനാടി ഈ നാട്ടുകാരെ വെറുപ്പ് മുഴുവൻ മദ്രസയിലാണ് പഠിച്ചത്. ഉസ്താദിന്റെ കാലിന്റെ ഇടയിൽ നിന്ന് വടിച്ചെടുത്തതാണ് സംസ്കാരം. എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ സഹിഷ്ണുത ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലായോ? എനിക്കു മതം ഉപേക്ഷിക്കാനും ആ മതം വിമർശിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഈ ഭാരതം. നമ്മളെ ചോദ്യം ചെയ്യാൻ ഇവനൊക്കെ ആരാ? ഇവനൊക്കെ ഇവന്റെ മതം അനുസരിച്ചിട്ട് അങ്ങ് ഫോളോ ചെയ്താൽ പോരെ? അവൻ വിളിച്ച തെറിയുടെ ഒരു അംശം പോലും ഞാൻ കേൾപ്പിച്ചിട്ടില്ല. ആലോചിച്ചാൽ മതി. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പറയേണ്ടി വരുന്നതാണ്. ഒരു മുസ്ലിമിന്റെ സംസ്കാരം എത്രമാത്രം അധപ്പതിച്ചതാണെന്നും 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മുഹമ്മദ് പഠിപ്പിച്ചതാണെന്നും നിങ്ങളിത് മനസ്സിലാക്കണം. അപ്പോഴും മെഴുകാൻ ആളുകൾ വരും. എന്താണെന്നറിയാമോ? ഇത് മുഹമ്മദ് പഠിപ്പിച്ച സംസ്കാരത്തിൽപ്പെട്ടതല്ല എന്ന് മറുപടി തരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞ വാചകം നമ്മൾ മനസ്സിലാക്കണം. അതൊരു കുറച്ച് അശ്ലീലമായ വാക്കാണ്. സഹാബിമാരെ നോക്കിയിട്ട് അള്ളാന്റെ റസൂലിനോട് പറയാണ് ഓർവ. ഇത് കേട്ട സന്ദർഭത്തിൽ മഹാനായ എപ്പോഴും ശാന്ത പ്രകൃതക്കാരനായി ജീവിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലും മഹാനവറുകൾക്ക് പോലും സഹിക്കാനായില്ല. കാരണം എന്താ പറഞ്ഞത്? അവർ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇട്ടെറിഞ്ഞുകൊണ്ട് അവരുടെ സുഖം നോക്കിയിട്ട് അവരൊക്കെ റസൂലുള്ളാഹിനെ ഇട്ട് ഓടിപ്പോകും, അവരൊക്കെ റസൂലുള്ളാഹിനെ ചതിക്കുമെന്നല്ലേ ഇയാൾ വന്നിട്ട് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞ വാചകം നമ്മൾ മനസ്സിലാക്കണം. അതൊരു കുറച്ച് അശ്ലീലമായ വാക്കാണ്. ലാത്തയുടെ ജനനേന്ദ്രിയം പോയി നക്കിക്കോ. വളരെ ഗൗരവത്തോടെ പറഞ്ഞത്. ലാത്തയുടെ ജനനേന്ദ്രിയം പോയി നോക്കിക്കോ. നിങ്ങൾക്ക് കഥ നല്ലത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. കഠോ മനുഷ്യരുടെ നാവിൽ നിന്ന് ചില സന്ദർഭങ്ങളിൽ ആദർശത്തിന്റെ വിഷമമോർത്തുകൊണ്ട് ആദർശത്തിന്റെ എതിരാളികൾ ആദർശത്തെ കീറിമുറിച്ചുകൊണ്ട് ആദർശത്തെ പരിഹസിച്ചുകൊണ്ട് ആദർശത്തെ കുത്തിനോവിച്ചുകൊണ്ട് വല്ലാത്ത രൂപത്തിൽ അങ്ങ് ചീത്ത പറയുമ്പോൾ അതേ ചിലപ്പോൾ ക്ഷമ കെട്ടുകൊണ്ട് ചില വാക്കുകളൊക്കെ വിശ്വാസികളിൽ നിന്ന് തന്നെ വന്നുപോയേക്കും. ഇതിന്റെ തെളിവായി പറഞ്ഞേക്കും. എങ്ങനെയുണ്ട്? അടിപൊളി മതമല്ലേ? തെറി വിളിക്കുന്നത് മുഹമ്മദിന്റെ സംസ്കാരമല്ല എന്ന് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ വരണേ ഇതുവഴി. നന്ദി.